ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് കൊണ്ട് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ പൊരിക്കുകയാണ് അത്. അതിന് കുറച്ച് സോയ ചങ്ക് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വയ്ക്കുക. അപ്പോഴേക്കും അതൊക്കെ വീർത്ത് വരും. എന്നിട്ട് അത് ആദ്യം തന്നെ ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുക. എന്നിട്ടത് ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്യണം. കാരണം കളറിനെ കാണുന്നില്ലേ, അപ്പോൾ അതിലെന്തായാലും അഴുക്കൊക്കെ കാണാം. സോ നമ്മളത് കഴുകണം. ഒരു 5-6 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചൂടുവെള്ളം തന്നെ വേണം നിർബന്ധമില്ല. ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിലിട്ടല്ലോ, അപ്പോൾ പിന്നെ ഇനി സാധാ തണുത്ത വെള്ളത്തിലാക്കിയാലും മതി. ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ, അത് വെള്ളത്തിന് കളറൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് ക്ലിയറായി വരുന്നവരെങ്കിലും ചെയ്യുക. കാരണം അത് നമുക്ക് അപ്പോഴല്ലേ നമുക്ക് തന്നെ ഒരു യൂസ് ചെയ്യാൻ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇതൊരു സിമ്പിൾ ഡിഷാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് സ്കൂളിൽ പിള്ളേരൊക്കെ ലഞ്ച് കൊണ്ടുപോകുമ്പോൾ അതിലൊക്കെ അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷും കൂടിയാണല്ലോ. അപ്പം പിന്നെ അതുപോലെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് ഈ സോയ ചങ്ക്സ് പൊരിച്ചത് ഇഷ്ടമായിരിക്കും. അധികം ആൾക്കാർക്ക് ഈ ഫ്രൈ ചെയ്ത് വെക്കുന്നത് അതോ വലിയ താല്പര്യമുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ പൊരിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ചിലർ ഗ്രേവി പോലെയൊക്കെ വെക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അത് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. സോയ ചങ്ക്സ് കൊണ്ട് പല ഡിഷസും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതൊരു 5-6 പ്രാവശ്യം വാഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം എൻ്റെ വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇതിലേക്ക് പിന്നെ നമുക്ക് വേറെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെറിയ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ചതച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ. പിന്നെ ഈ ചതച്ച് വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്കുള്ള മസാല ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച സോയ ചങ്ക്സ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാം പിടിക്കണം, മസാല കംപ്ലീറ്റ് അതിന് പിടിക്കണം. അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അത് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി വെച്ച കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. എന്നിട്ട് ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലായിടത്തും എണ്ണയൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. പിന്നെ അതിൽ കൂടെ നമ്മൾ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇതിന് നല്ലൊരു സ്വാദ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അതും ചേർത്തിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നന്നായിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട്, അതായത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം വേവിക്കുന്നത്. അതൊരു ചിലർക്ക് അത് ഭയങ്കരമായിട്ട് കറുമുറു പോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അല്ലാത്തവർ ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്താൽ മാത്രം മതി അങ്ങനെയുള്ളവരുണ്ടാവും. ഷാലോ ഫ്രൈയോ അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും. എനിക്ക് കുറച്ച് ഒന്ന് കരിഞ്ഞ് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. സോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അടച്ച് വെക്കണമെന്നൊന്നുമില്ല, ഞാൻ അടച്ച് വെക്കാറൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഭയങ്കര കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമൊക്കെ മതി. കാരണം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയും വേവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. അതിന് ശേഷം അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടുള്ളൂ. സോ യെസ്, ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം എടുക്കാറൊക്കെ ഉള്ള പരിവായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മളത് എടുത്ത് പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.